ഓക്കെ, നമുക്ക് ഇന്നത്തെ സൂമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്നത്തെ 6 AM ക്ലബ്ബ് നമുക്ക് എല്ലാവർക്കും ബയോട്ടോറിയം ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഒരു ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു 6 AM ക്ലബിലേക്ക് എല്ലാ ലീഡേഴ്സും വരുന്നതും ഒരു ലഹരി കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിലേക്ക്, പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ജഗദീശ്വരനോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സരിത. ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. ഇന്നത്തെ 6 AM ക്ലബിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും, പുതിയതായി വന്നിരിക്കുന്ന ലീഡേഴ്സിനും എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ 6 AM ക്ലബിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ലഹരിയെ പോലെ കയറിയിരിക്കുന്ന നമുക്ക് ഓരോ ലീഡേഴ്സിന്റെയും പുതിയ പുതിയ മോട്ടിവേഷനും അല്ലെങ്കിൽ പുതിയ പുതിയ പ്ലാനുകളും എല്ലാം അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആകാംക്ഷയോടുകൂടിയാണ് ഓരോ ദിവസവും കയറുന്നത്. കാരണം ഒരു ദിവസം കിട്ടുന്ന ഒരു ഇതല്ല നമുക്ക് പിറ്റേ ദിവസത്തിലേക്ക് കിട്ടുന്ന നോളജ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ദിവസവും മുടങ്ങാതെ ഇതിൽ കയറുന്ന ലീഡേഴ്സ് എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ലീഡേഴ്സ് തന്നെയാണ് ദിവസവും 6 AM ക്ലബിൽ ഇവിടെ ഇതിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മളെല്ലാ കാര്യവും ഫോളോ അപ്പ് ആവശ്യമാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നും അതുപോലൊരു വിഷയം തന്നെയാണ് ഇന്നത്തെ 6 AM ക്ലബിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ തരാൻ പോകുന്നത് മറ്റാരുമല്ല, നമുക്ക് അത്രയും പ്രിയങ്കരനായിട്ടുള്ള ലീഡർ തന്നെയാണ് ഇന്നത്തെ 6 AM ക്ലബ് നമുക്ക് നമ്മളിലേക്ക് ഒരു നോളജ് പകർന്നു തരാനായിട്ട് വരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ MLM നെറ്റ്വർക്ക് മേഖലയില് ഒത്തിരി അച്ചീവ്മെന്റുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നല്ലൊരു മെന്ററും ഒരു മോട്ടിവേറ്ററും കൂടിയാണ്, നല്ല ട്രെയിനറാണ്. അദ്ദേഹം വളരെ ലളിതമായിട്ട് സിമ്പിൾ ആയിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതും ട്രെയിനിങ് ചെയ്യുന്നതും. ഓക്കെ, ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു സാലറി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും ഒരു 50,000 1 ലക്ഷമൊക്കെ സാലറി കിട്ടുകയാണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. നമുക്ക് പിന്നെ വേറെ ഒന്നിനും വേണ്ട. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് MLM മേഖലയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും അതുവഴി നല്ലൊരു അച്ചീവ്മെന്റ് കേരളത്തിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തിയാണ്. ആദ്യമായിട്ട് അച്ചീവ്മെന്റിലൂടെയാണ് നമുക്ക് ഒരു ഓഡി കാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി സമയം പറയാനുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞു നിർത്താണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ചെയ്യുന്നത് മറ്റാരുമല്ല, കുമ്പളങ്ങിയിൽ നിന്നും ശക്തനായിട്ട് നമ്മള് ബയോട്ടോറിയം മേഖലയിൽ നമുക്ക് ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, കേരളത്തിൽ എല്ലായിടത്തും BOP കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, ട്രെയിനിങ്ങും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന വിനോദ് സാറാണ്. വിനോദ് സാറിനെ ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം വിനോദ് സാർ. താങ്ക് യു സരിത. ഗുഡ് മോർണിംഗ് ഓൾ. ആം ഐ ഓഡിബിൾ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ്. ഒരുപാട് ഫേസസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അജീഷ് സാറ്, അമലു അമ്മു, ഭാസ്കരൻ സാർ, ഗീത മാഡം, അതുപോലെ ഇന്ദിര മാഡം, കമൽ മാഡം, അതുപോലെ തന്നെ നൈന മാഡം, സിജി മാഡം, അതുപോലെ തന്നെ ഡ്രീം ഫൈറ്റേഴ്സ്. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് വളരെയധികം സന്തോഷം. ഇന്നത്തെ ആദ്യമായിട്ട് 2026 എന്നുള്ള ഈ പുതുവർഷത്തില് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു വർഷമായിട്ട് ഈ ബയോട്ടോറിയത്തിലൂടെ നടക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നിരവധി ബേസിക് സ്കില്ലുകൾ ആവശ്യമാണ്. നമ്മളെല്ലാവരും കടന്നു വന്നിട്ടുള്ള മേഖല ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഏറ്റവും കാതലായ ഭാഗം ഏറ്റവും മനോഹരമായ ഒരു കൺസ്യൂമർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു കൺസ്യൂമർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനില്ല എന്നുള്ളത്.
ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന, ഏതൊരു സാധാരണക്കാരനും സ്വായത്തമാക്കാൻ പറ്റുന്ന അറിവുകളാണ് ഇവിടെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. അത്തരത്തിലുള്ള സ്കില്ലുകളാണ് നമുക്ക് ഇവിടെ നേടിയെടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും മനസ്സിലാവും സ്കില്ല് അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ കൗശല്യം, സ്കില്ലും ടാലന്റും തമ്മിൽ നമുക്ക് വലിയ വ്യത്യാസമുണ്ട്. ചില ആളുകൾ ബൈ ബർത്ത് തന്നെ വളരെയധികം ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, അപാരമായ ഈശ്വരാനുഗ്രഹമുള്ള ആളുകളാണ്. നമുക്ക് ദാസേട്ടനെ പോലെ പാടാൻ എല്ലാവരെ കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെ ചിത്രാമ്മയെ പോലെയോ അല്ലെങ്കിൽ SPB സാറിനെ പോലെയൊക്കെ. അവരൊക്കെ ഇൻബോൺ ബൈ ബർത്ത് ടാലന്റ് ആയിട്ടുള്ള ആളുകളാണ്. അതുപോലെ MF ഹുസൈനെ പോലെ ചിത്രം വരക്കാനോ അങ്ങനെ ടാലന്റ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് ടാലന്റ് അല്ല, നമുക്കിവിടെ വേണ്ടത് സ്കില്ലാണ്. സ്കില്ലും ടാലന്റും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ടാലന്റ് ബൈ ഗിഫ്റ്റ് ആണ്, ഗോഡ്സ് ഗിഫ്റ്റ് ആണ്. ഒരാൾ ജന്മം കൊള്ളുമ്പോൾ അയാൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നതാണെങ്കിൽ, സ്കിൽ അങ്ങനെയല്ല. ഏതൊരു മനുഷ്യനും നിത്യ പരിശീലനത്തിലൂടെ അദ്ദേഹത്തിന് ആർജിച്ചെടുക്കാനും മെച്ചപ്പെടുത്തിയെടുക്കാനും പറ്റുന്ന കഴിവിനെയാണ് നമ്മൾ സ്കില്ലുകൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഈ മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് സ്കില്ലുകൾ മനസ്സിലാക്കിയാലേ മാത്രമേ ഇതിന്റെ ഏറ്റവും കാതലമായ ഒരു ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെ സ്കില്ലുകളാണ് ഡയറക്ട് സെല്ലിങ്ങിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് വേണ്ടത്? ബേസിക് സ്കില്ലുകളിൽ ഒന്നാമത്തെ സ്കില്ല്, ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുകളുമായി കണക്റ്റഡായും ആളുകളെ വിളിക്കാൻ നമ്മൾ അറിയണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ടെക്നിക്കലി സ്പീക്കിംഗ്, നമുക്ക് പ്രോസ്പെക്ട് ഡെവലപ്പ് ചെയ്യണം. ഇന്നേ വരെ നമ്മൾ ഒരു സെയിൽസ് മേഖലയുമായി നിൽക്കാത്ത ഒരാള് ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ, ആളുകളുമായി സംസാരിക്കാൻ പഠിക്കണം, ആളുകളുമായി കണക്റ്റഡ് ആയാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ മേഖലയിൽ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് പ്രോസ്പെക്റ്റിംഗ് സ്കില്ലാണ്. രണ്ടാമത്, ഈ മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് പഠിക്കേണ്ട ബേസിക് സ്കില്ലുകൾ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫോളോ അപ്പ് സ്കില്ലാണ്. കാരണം ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ഇന്നേ വരെ ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഒരാൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ മേഖലയിൽ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അദ്ദേഹത്തിന് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് സ്കിൽ ഈസ് എന്താണ്? ഫോളോ അപ്പ് സ്കില്ലാണ്. ഫോളോ അപ്പ് മാത്രം പോയതുകൊണ്ട് ഒരു വ്യക്തിക്ക് ആ വരുമാനം കിട്ടണമെന്നില്ല. ആ പ്രോപ്പറായ രീതിയിൽ അദ്ദേഹത്തിന് ആ സെയിൽ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആവുന്നത് സെയിൽസ് ക്ലോസിംഗ് എന്നുള്ള ആ സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഫോളോ അപ്പ് സ്കില്ലുകളും സെയിൽസ് ക്ലോസിംഗ് സ്കില്ലും അതോടൊപ്പം പ്രോസ്പെക്റ്റിംഗ് സ്കില്ലും ചേർന്നതാണ് നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേഷന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകൾ. അപ്പൊ ഈ സ്കില്ലുകള് നമ്മള് നല്ല രീതിയിൽ ഒരു മഴു അല്ലെങ്കിൽ ഒരു കത്തി എത്രത്തോളം നമ്മൾ ഷാർപ്പൺ ചെയ്യാൻ നമുക്ക് പറ്റുന്നോ അത്രത്തോളം വളരെ ആക്യുറേറ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും പ്രിസിഷൻ ആയിട്ടും നമുക്കത് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്കില്ലിനെ എത്രത്തോളം നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ബേസിക് ടീം ക്രിയേഷന്റെ അച്ചീവ്മെന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. സ്കില്ലിന് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇത് ഒരിക്കൽ നമ്മളിത് ആർജിച്ചു കഴിഞ്ഞാൽ ഇത് ആവർത്തിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കില്ല് കുറഞ്ഞു വരും. ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാത്തൊരു സ്കില്ലാണ് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ സ്കില്ല് സീറോയിലേക്ക് റിവേഴ്സ് ആവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആർജിക്കുന്ന ഈ സ്കില്ലുകളെ നിരന്തരമായി ആവർത്തിച്ച് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ പോളിഷ് ആക്കിക്കൊണ്ട് നമ്മളെ തന്നെ ഷാർപ്പൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മേഖലയിൽ ഏറ്റവും കാതലായ ഒരു ടീമിനെ നമുക്ക് ഇന്ത്യ നമ്മൾ നിർണ്ണയിക്കുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ കൂടെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം ആളുകളെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, അദ്ദേഹത്തിന്റെ ടീമിലെയും ഒരു ദിവസം എത്ര ആളുകളെ ഈ ടീം ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്പർ ഓഫ് പ്രോസ്പെക്ടിങ്ങിലൂടെയാണ് ഒരു ആളുകളുടെ ഇൻകം നിർണ്ണയിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ എത്ര ബിസിനസ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക കട്ട് ഓഫിൽ അല്ലെങ്കിൽ ഒരു ദിവസം ക്ലോസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ടീമിലുള്ള ആളുകൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു ടീമിലുള്ള ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇൻകവും അദ്ദേഹത്തിന്റെ ടീമിന്റെ ഇൻകവും നിർണ്ണയിക്കുന്നത്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടും നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അറിവാണ് ഫോളോ സ്കിൽ എന്ന് പറയുന്നത്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിന്തുടരുക എന്നുള്ളതാണ്. എന്താ പിന്തുടരുക? നമുക്ക് എവിടെയാണ് പിന്തുടരാനുള്ളത്? നമ്മൾ കണ്ടിട്ടുണ്ടോ താറാവും കൂട്ടങ്ങൾ ഇങ്ങനെ നടന്നു പോകും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായാലേ താറാവും കൂട്ടങ്ങൾ എന്ത് പറഞ്ഞിട്ട് പലപ്പോഴും മുന്നോട്ട് പോവാ?
ബാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ കാരണം? എല്ലാ കൂട്ടങ്ങളും ഒന്നിന് പിന്നോട്ട് പോകാൻ കാര്യം മുന്നിലിരിക്കുന്ന ആള് പറയുന്നത് ബാക്ക് എന്നാണ്. അപ്പൊ എല്ലാവരും അവരെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന പറഞ്ഞ പോലെ നമുക്ക് ഈ മേഖലയിൽ ഒരു ടീമിനെ ക്രിയേറ്റ്, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന രീതികൾ എന്താണെന്ന് നമ്മൾ ഫോളോ അപ്പ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ഈ മേഖലയിൽ വരുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലയ്ക്ക് നമ്മുടെ ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലും മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ മാറ്റം നമ്മൾ വരുത്തേണ്ടത് നമ്മുടെ ഡ്രസ് കോഡിലാണ്. ഇന്നലെ വരെ നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ മേഖലയിൽ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഡ്രസ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല അലക്കി തേച്ച വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ മേഖലയിലെ ഈ ആളുകളുമായി കണക്ട് ചെയ്യാനും ഫീൽഡിൽ പോകാനും പ്രവർത്തിക്കാനും നമ്മൾ പാടുള്ളൂ. നമ്മൾ തൊട്ടടുത്ത വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഒരു ബെർമുടയോ ഒരു ലുങ്കിയോ അല്ലെങ്കിൽ വളരെ എന്താ പറയാ ഫോർമൽ ആയിട്ടുള്ള ഒരു വളിച്ചെരുപ്പോ ഒക്കെ ഇട്ടിട്ട് നമ്മളെ വളരെ കോഷ്യലായിട്ട് ഈ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ നമുക്ക് സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ പ്രോപ്പർ ഡ്രസ് കോഡ് മാത്രമല്ല, സെയിൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളോട് നോക്കിയാൽ അയാൾ എല്ലാ കാര്യത്തിലും അയാൾ പെർഫെക്റ്റഡ് ആയിരിക്കണം. കാരണം അയാൾ പ്രസന്റ് ചെയ്യുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ല, അയാളെ തന്നെയാണ്. അപ്പൊ നിങ്ങളെ തന്നെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഉദാഹരണമായി, നിങ്ങൾ താടി വളർത്തി കൃത്യമായി ഷേവ് ചെയ്യാതെ നിങ്ങൾ വലസമായി മുടി വളർത്തുകയും നിങ്ങൾ പ്രോപ്പറായി വസ്ത്രം ധരിക്കാതെ നിങ്ങൾ ഒരാൾ ഫീൽഡിൽ കാണാൻ പോകുമ്പോൾ അയാൾക്ക് ഇതിനൊന്നും സമയമില്ല എന്നുള്ളത് ഈ പ്രോഗ്രാമോ പ്രൊജക്റ്റോ ബിസിനസ്സോ ഒക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങളോടൊപ്പം ഒരുപക്ഷെ ബിസിനസ് ഇഷ്ടപ്പെട്ടാലും നിങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പൊ പ്രോപ്പറായ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ലേഡീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ ഡ്രസ്സോടൊപ്പം തന്നെ അത്യാവശ്യം ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ നടത്തി അവർക്ക് ആവശ്യമുള്ള ടച്ചപ്പ് ഒക്കെ വളരെ മനോഹരമായി ജസ്റ്റ് ലൈക്ക് ഒരു എയർ ഹോസ്റ്റസ് എങ്ങനെയാണോ തന്റെ കസ്റ്റമേഴ്സിനെ ഒരു ഫ്ലൈറ്റിൽ വെൽക്കം ചെയ്യുന്നത് അതുപോലെ വളരെ മനോഹരമായി തന്നെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് പറ്റുമ്പോൾ അവർ മാർക്കറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് അവരെ തന്നെയാണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഫോളോ അപ്പിന് വേണ്ടി ചെയ്യാവുന്നത്. ഈ ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് നമ്മൾ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള കട്ടുകൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. നെയിൽ കട്ടുകൾ, നഖം വെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് ടൂൾസ് നമ്മുടെ കയ്യിൽ റെഡി ഉണ്ടാവണം. നമുക്ക് 2 ടൈപ്പ് ടൂൾസ് ആണ് നമുക്കുള്ളത്. നിങ്ങളൊരു മെയ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു എന്താ പറയാ ഒരു മേസൺ ഉപയോഗിക്കുന്ന ഒരു കൊരശ്ശേരി ഉണ്ടാവും, ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ തൂക്കേട്ട ഉണ്ടാവും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള സാധനങ്ങൾ അദ്ദേഹത്തിന്റെ ബേസിക് ടൂളാണ്. ഒരു കാർപ്പൻറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അടുത്ത് ഉളിയും ചിറ്റിയില്ലാണ്ട് അദ്ദേഹത്തിന് ഒരു കാർപ്പൻറ്ററിന്റെ ജോലി ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ട് ടൂൾസ് റെഡി ഉണ്ടാവണം. ഒന്ന് പ്രധാനപ്പെട്ട ഈ കമ്പനി മാർക്കറ്റിന്റെ ഉൽപ്പന്നങ്ങളുടെ എടുത്തു നമ്മൾ പരിശോധിക്കുന്ന സമയം ഈ കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ട ഒരു ഡെമോ കിറ്റ്. ഏറ്റവും മിനിമം ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു വാട്ടർ എനർജി പാഡും ഒരു ബ്രിസ്റ്റ് ബാൻഡെങ്കിലും നമ്മുടെ ഡെമോ ടൂൾ കിറ്റിനകത്ത് നമ്മൾ ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ബുക്ക്ലെറ്റുകള് നമുക്കൊരാളെ കാണിച്ചു കൊടുക്കാൻ ആവശ്യമാണ്. ഇനി ഒരു മേഖലയിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അവിടെ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ആ വീട്ടിൽ പോയിട്ട് ഒരു കഷ്ണം പേപ്പർ തരുമോ, ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് തരുമോ, ഇത്തരത്തിൽ എപ്പോഴും പ്രൊഫഷണൽ ആയിരിക്കണം, ഫ്യൂച്ചർ റെഡി ആയിരിക്കണം. ഒരു മെഡിക്കൽ റെപ്പിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അദ്ദേഹത്തിന് കിട്ടുന്നത് വളരെ ചെറിയ നിമിഷങ്ങളായിരിക്കും. ഒരു ഡോക്ടറെ കാണുകയും അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ പിച്ച് ചെയ്യാനും വേണ്ടി കിട്ടുന്ന 2-3 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിന് ആ ഡോക്ടറെ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിന്റെ ബാഗിൽ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ആ കുറഞ്ഞ ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ്സുകളിൽ അദ്ദേഹം ആ ഡോക്ടറെ കാണാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബിസിനസിന്റെ പ്രോജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ അതെല്ലാം നമ്മളുടെ ഫ്യൂച്ചർ റെഡി ആയിരിക്കണം, ഡിജിറ്റൽ റെഡി ആയിരിക്കണം. നമ്മുടെ കയ്യിൽ പ്ലാൻ നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ പ്രസന്റ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സ്ക്രിബ്ലിംഗ് പാഡ് നിർബന്ധമായിട്ട് വേണം. കാരണം ആ സമയത്ത് നമ്മളൊരു പേപ്പർ ഓഫ് ചെയ്യണം അവിടെ നിന്ന് വാങ്ങാൻ പാടില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ സ്ക്രിബ്ലിംഗ് പാഡ് ആവശ്യമാണ് ടൂൾസിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന ബേസിക് ഡെമോ കിറ്റ് നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ഡിജിറ്റൽ ടൂൾസിനെ വെച്ച് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ
ഈബേട്ടോറിയം മയോട്ടോറിയൻസ് എല്ലാം അവരുടെ കമ്മ്യൂണിറ്റിയിലെ അംഗമായിട്ടുണ്ടാവും. ആ കമ്മ്യൂണിറ്റിയിൽ പല രീതിയിലുള്ള ടൂൾസുകളും പ്രൊഡക്റ്റിന്റെ ലിസ്റ്റുകളും PPTസുകളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്താ പറ്റുക, ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ ഫോൺ എടുത്ത് മാന്തിക്കൊണ്ടിരിക്കും. കാരണം ഏത് ഭാഗത്താണ് ഇത് വെച്ചിട്ടുള്ളത് ഇതിനൊന്ന് കണ്ടുപിടിച്ചെടുക്കാനായിട്ട് വെറുതെ സമയം. ഈ സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ റാപ്പ് അവിടെ നഷ്ടപ്പെട്ടു. മറിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുമ്പോൾ നമ്മുടെ ആവനാടിയിൽ നമുക്ക് വേണ്ട എല്ലാ ബ്രഹ്മാസ്ത്രങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. പക്ഷെ ആവശ്യമുള്ളത് മാത്രമേ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ടൂൾസ് റെഡി ഉണ്ടാവണം ഫോളോ അപ്പ് ഏറ്റവും എഫക്റ്റീവ് ആവാനുള്ളതാണ്. അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പില് ഒറ്റ ടച്ചിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ, അത് ടെസ്റ്റിമോണിയൽസ്, കമ്പനി ഡീറ്റെയിൽസ് ആവട്ടെ, പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആവട്ടെ, ഈ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ ടച്ചിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് ഡിജിറ്റലി റെഡി ടൂൾസ് ബാക്കപ്പ് ആയി വെക്കുമ്പോൾ മാത്രമേ വളരെ വേഗത്തിൽ നമുക്കത് പ്രസന്റ് ചെയ്യാനും ആളുകളെ കൺവിൻസ് ചെയ്യാനും ആ റാപ്പോയിൽ തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ മേക്ക് യുവർ ഡിജിറ്റൽ ടൂൾസ് റെഡി. ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ടൂൾസ് റെഡി അല്ലാതെ നമുക്ക് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ബിസിനസിന്റെ അടുത്തൊരു പ്രത്യേകതയാണ് നമ്മൾ ഈ ഫോളോ അപ്പ് നമ്മൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യണം എന്നുള്ളത്. ഞാനൊരു സ്ലൈഡ് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഫോളോ അപ്പ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോളോ അപ്പ് എന്നത് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയോട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചു, അദ്ദേഹത്തെ വിടുകയും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ മീറ്റിംഗ് ആണ്, നമ്മുടെ സെക്കൻഡ് മീറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിമൈൻഡർ മാത്രമല്ല. നമുക്കൊരാളെ ഈ നമ്മൾ സംസാരിച്ച വിഷയം പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അയാൾക്കൊരു റിമൈൻഡർ കൊടുക്കുക എന്നത് മാത്രമല്ല, അയാളുമായി ഒരു നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പുമാണ് നമ്മുടെ ഫോളോ അപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഫോളോ അപ്പിന്റെ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രോമിലിരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഒരു നല്ല ബന്ധം, ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ ഈ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ, ഒരു സെയിൽസ് പ്രോസസ്സിലേക്കുള്ള ഒരു ഡിസിഷൻ എടുപ്പിക്കുന്നതിന് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുപ്പിക്കാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ഫോളോ അപ്പിന്റെ പ്രധാനപ്പെട്ട എയിം. ഞാൻ ഇതുകൂടി പറയാം. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അദ്ദേഹത്തുമായി ഒരു ട്രസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് സെയിൽസ് പ്രോസസ്സിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് സഹായിക്കുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഫോളോ അപ്പ് എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇനി അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ബിസിനസ്സിലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തി നമ്മളോടൊപ്പം ബിസിനസ് തുടങ്ങുന്നതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് നമ്മൾക്ക് എടുക്കാൻ പറ്റണം. നമ്മൾക്ക് കിട്ടുന്ന ഒരു ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അദ്ദേഹത്തിന് നമ്മളെ വിശ്വാസമാവൂ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസമാവുള്ളൂ, അദ്ദേഹം നമ്മളോടൊപ്പം സിൻക്രണസ്ഡ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ സെയിൽസിൽ പ്രോസസ്സിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ കല്ല് ചൂടായിരിക്കുമ്പോഴാണ് ദോശ ചൂടേണ്ടത്. നേരിട്ട് നിന്ന് കല്ല് ചൂടാവും. അപ്പോ നമുക്ക് അറിയാം, നമ്മൾ ഒരാളുമായി പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു റാപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ റാപ്പോയിലൂടെയാണ് അദ്ദേഹത്തും നമ്മളും തമ്മിലുള്ള ട്രസ്റ്റ് നമ്മൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, ആ ട്രസ്റ്റിലൂടെയാണ് നമ്മുടെ റിയൽ ഫോളോ അപ്പ് നമ്മൾ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ നമ്മൾക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയ ലെവലില് നമുക്കൊരു തീരുമാനം നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറെ കൊണ്ട് എടുപ്പിക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ബേസിക് സ്കില്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ പ്രോസ്പെക്റ്റിംഗ് സ്കില്ലുകളാണ്. ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഫോളോ അപ്പ് സ്കില്ല്, അതുപോലെ തന്നെ സെയിൽസ് ക്ലോസ് സ്കില്ലുകൾ. 3 സ്കില്ലുകളും നമ്മൾ പ്രോപ്പറായിട്ട് ഷാർപ്പൺ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ടീമിന്റെ ബിൽഡിങ് പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്സിലൂടെ, അദ്ദേഹത്തിന്റെ ടീമിന്റെ കോണ്ടാക്ട്സിലൂടെ അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് ക്രിയേഷൻ
വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റാവുന്ന അതാണ് ഈ ബേസിക് സ്കില്ലുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം ഒരു വ്യക്തിയെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മളോട് യെസ് പറയുമോ എന്ന് ചോദിച്ചാൽ യെസ് പറയണമെന്നില്ല. നമ്മള് ബിസിനസ്സും സെയിൽസിലും പോയ ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കും നിരവധി തവണ ഫോളോ അപ്പിലൂടെ കടന്നുപോയ വ്യക്തികളാണ് ഒരിക്കൽ ഈ ഏതെങ്കിലും ഒരു പ്രൊജക്ടുകളിലേക്ക് കടന്നു വരുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ റിതേഷ് അഗർവാളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഫൗണ്ടർ ഓഫ് ഓയോ ആണ്. അദ്ദേഹത്തിന് മനസ്സിലായി ലോകത്തെ നമ്പർ 1 ഹോട്ടൽ ശൃംഖല എന്ന് പറയുന്നത് Airbnb ആണ്. ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖലയായി വളരാനായിട്ട് Airbnb-യെ സഹായിക്കുന്നത് ടെക്നോളജിയാണ്, ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനിലൂടെ ലോകത്തുള്ള മുഴുവൻ പട്ടണങ്ങളിലും ടൗണുകളിലുമുള്ള ഹോട്ടൽ ശൃംഖലകളെ സ്വന്തമായി ഒരു ഹോട്ടൽ പോലും ഇല്ലാതെ ടെക്നോളജി ബിൽഡ് ബിസിനസ്സായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷനിലൂടെ ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖല സൃഷ്ടിക്കാൻ Airbnb-ക്ക് കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ അത് പോസിബിൾ ആവൂല? കാരണം ഈ 18 വയസ്സ് പ്രായത്തിലെ ആ നിതേഷ് അഗർവാള് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പയ്യനാണ്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ട്രാവൽ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് റൂമുകൾക്ക് വേണ്ടി അദ്ദേഹം പല ഹോട്ടലുകളിലും കയറി ഇറങ്ങുമായിരുന്നു. എന്തുകൊണ്ട് ബഡ്ജറ്റ് റൂംസിന്റെ ഒരു ഓൺലൈൻ ഹോട്ടൽ ശൃംഖല സൃഷ്ടിച്ചുകൂടാ, അതിനൊരു ആപ്ലിക്കേഷൻ എന്തിക്കൂടാ എന്ന് ചിന്തിക്കുകയും Airbnb-യുടെ അതേ ആശയത്തെ കോപ്പി ചെയ്തുകൊണ്ട് ഫണ്ടേഴ്സിനെ റിസീവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നിരവധി വ്യക്തികളെടുത്ത് പോയി. പക്ഷെ മിക്ക ആളുകളും അദ്ദേഹത്തോട് നോ ആണ് തുടക്കത്തിൽ പറഞ്ഞത്. കാരണം 18-19 വയസ്സുള്ള ഒരു പയ്യനാണ് ഒരു പ്രൊജക്ട് ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. അവർക്ക് ആ പയ്യനിൽ അത്ര വിശ്വാസം ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം വളരെ സാധാരണക്കാരന്റെ വ്യക്തിയായിരുന്നു. പക്ഷെ 38 വ്യക്തികളെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു വ്യക്തി യെസ് പറഞ്ഞത്. 38 പേരെ കാണാനായിട്ട് അദ്ദേഹത്തിന് ഫോളോ അപ്പ് ചെയ്യാനുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് റിതേഷ് അഗർവാള് ഇന്ന് അദ്ദേഹം നമുക്ക് തരുന്ന പാഠം എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ ഫോളോ അപ്പ് നിർബന്ധമാണ്. നിങ്ങൾ KFC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കെൻടക്കി ഫ്രൈഡ് ചിക്കൻ. സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെട്ട 60-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യണമെന്ന് വിഷമിച്ചിരുന്ന ഒരു വ്യക്തി സ്വന്തം മുത്തശ്ശി വീട്ടിലുണ്ടാക്കിയ ചിക്കന്റെ റെസിപ്പി എടുത്തിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ റെസിപ്പി ഒരു പക്ഷേ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവും. അദ്ദേഹം പല റെസ്റ്റോറൻറ്റ്സിലും പോയിട്ട് എന്റെ ചിക്കന്റെ റെസിപ്പി അടിപൊളി റെസിപ്പിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞപ്പോ ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, 10 ആളല്ല, 100 ആളല്ല, 1000 1009 ആളെ പോയി അദ്ദേഹം കണ്ടപ്പോ ഒരാള് പറഞ്ഞു. അവിടെ നിന്നാണ് KFC തുടങ്ങുന്നത്. ഇന്ന് 1009 പേരുടെ അടുത്ത് പോവാനും ഈ എന്റെ സാധനം നിങ്ങൾ ട്രൈ ചെയ്യണം, ഇത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു എന്താ പറയാ ചിക്കൻ റെസിപ്പി ആണെന്ന് പറയാനുണ്ട് അദ്ദേഹത്തിനുള്ള ചങ്കൂറ്റമാണ് ഇന്ന് അദ്ദേഹത്തിന് റിസൾട്ട് ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെയും നമുക്ക് ഫോളോ അപ്പില് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം ഫോളോ അപ്പില് സെയിൽസ് പ്രോസസ്സില് 80% ആളുകളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത് സെയിൽസിലും അങ്ങനെയാണ്. അതുകൊണ്ട് 80% ആളുകളും ആദ്യമായി ഒരു പ്രൊജക്റ്റോ ബിസിനസ്സോ പ്രൊഡക്റ്റോ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഫോളോ പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിയുമായിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് പ്രോപ്പർ ആവുന്ന സമയത്ത് അദ്ദേഹം നോ പറഞ്ഞെടുത്ത് യെസ് ആവും. ഇപ്പൊ നോ കേൾക്കാൻ നമ്മൾ റെഡിയായാൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നർത്ഥം. അതുകൊണ്ട് നോ കേൾക്കണം. നോ കൊണ്ട് ഒരാൾ നമ്മളോട് നോ പറയുമ്പോ അദ്ദേഹം നമ്മൾക്ക് ഒരു പേഴ്സണൽ റിജക്ഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് ഒരു ബിസിനസ് റിജക്ഷൻ ആണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. അപ്പൊ പേഴ്സണൽ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റോ ബിസിനസ്സോ പ്രൊഡക്റ്റോ അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടില്ല, തൽക്കാലത്തൊക്കെ അദ്ദേഹം നോ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി ചേഞ്ച് ആവും, അദ്ദേഹത്തിന് കൂടുതൽ കോൺഫിഡൻസ് വരും, അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാവും, അദ്ദേഹം യെസ് പറയും. അപ്പോ ഫോളോ അപ്പ് സെയിൽസ് ക്ലോസിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് പ്രസന്റേഷനിലോ ഫസ്റ്റ് ഇതില് ഒരാള് നമ്മളോടൊപ്പം ബിസിനസ് തുടങ്ങണമെന്നില്ല. 80% വിൽ നോട്ട് ജോയിൻ ആഫ്റ്റർ ദി ഫസ്റ്റ് ഫോളോ അപ്പ്. മേ ബി ആളുകള് സെയിൽസിന്റെ തിയറി അനുസരിച്ച് 5ഓ 7ഓ ഫോളോ അപ്പിന് ശേഷമാണ് ഒരു പക്ഷേ യെസ് പറയാ. പക്ഷെ 5ഓ 7ഓ ഫോളോ അപ്പിന് ശേഷം യെസ് പറഞ്ഞാൽ
അദ്ദേഹം ആ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത് വേറൊരു ലെവലിലായിരിക്കണം. ഈ ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്കുകൾ ഉണ്ടാവും. മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാഗമാണ്. ലോകത്ത് മിസ്റ്റേക്ക് വരാത്ത ഒരേ ഒരു കാറ്റഗറി ആൾക്കാരേ ഉള്ളൂ. ആരാന്നറിയാവോ? ഇന്നേ വരെ ജീവിതത്തിൽ ഒന്നും ശ്രമിക്കാത്ത ആൾക്കാർ. ശ്രമിച്ചാലുള്ള മിസ്റ്റേക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആയിട്ട് മാത്രം കാണുക. മിസ്റ്റേക്കുകൾ നമ്മളിപ്പോ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യപ്പോൾ ഉണ്ടായപ്പോൾ ഒരു മിസ്റ്റേക്ക്, നമ്മൾ ബിസിനസ് പ്ലാൻ പ്രസന്റ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക്, ആൾക്കാരുമായിട്ട് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായപ്പോൾ മിസ്റ്റേക്ക്, നമ്മുടെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ചെയ്യാതിട്ടുള്ള മിസ്റ്റേക്ക്, നമ്മൾ പല രീതിയിലുള്ള മിസ്റ്റേക്സുകൾ ഉണ്ടാവും. മിസ്റ്റേക്കുകളൊക്കെ ഒരു ഇവന്റ് ആയിട്ട് മാത്രം നമ്മൾ കാണുക എന്നാണ്. ഫോളോ ആഫ്റ്റർ ദി ഫസ്റ്റ് ഫോളോ. അതായത് പല ആളുകളും ഒരാളെ പോയി കണ്ടു ഒരിക്കൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ തിരിഞ്ഞു നോക്കത്തേ ഇല്ല, അയാളെ വിട്ടുകളയും, പിന്നെ അടുത്ത ആളുടെ പുറകെ ഓടുകയാണ്. ഒരിക്കലും അങ്ങനെ നമ്മൾ സെയിൽസ് പ്രോസസ്സിൽ ചെയ്യല്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോളോ അപ്പ് ഷെഡ്യൂൾ നമ്മൾ ഫോളോ ചെയ്യണം, ഫോളോ അപ്പ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ ഫോളോ അപ്പ് ഷെഡ്യൂൾ എന്താണ്, ഫോളോ അപ്പ് സിസ്റ്റം എന്താണെന്ന് നമ്മുടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും നമ്മൾ ഒരാളുടെ മുമ്പിൽ പോയിട്ട് ഒരു സെയിൽസിന് വേണ്ടി ഒരിക്കലും നമ്മൾ ബെഗ് ചെയ്യരുത്, യാചിക്കരുത് ഒരിക്കലും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ് നമ്മളെക്കാൾ കൂടുതൽ ആവശ്യം അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് ഈ ബിസിനസ്സിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി യാചിക്കേണ്ട കാര്യമില്ല. ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ, ഈ പ്രൊഡക്റ്റിന്റെ ഗുണഗണങ്ങൾ, ബെനിഫിറ്റ്സുകൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അവര് നമ്മുടെ ബിസിനസ്സിലേക്ക് വരും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങും. അപ്പോ ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്രിയേറ്റീവ് കസ്റ്റമറുടെ മൂടും സമയവും നമുക്ക് വളരെ മുൻകൂട്ടി വായിച്ചെടുക്കാൻ പറ്റണം. അയാളുടെ മൂടും സമയവും കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു റാപ്പോ ക്രിയേഷൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ മൂഡ് ശരിയല്ലെങ്കിൽ എംപ്ലോയിനെ കാണാനായിട്ട് പോകുമ്പോൾ ആ എംപ്ലോയിക്ക് ഏറ്റവും ഫ്രീ ആയിരിക്കുന്ന സമയം ഏതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മളൊരു എംപ്ലോയിയെ ഫോളോ അപ്പ് ചെയ്യാൻ പോകൂ. ഉദാഹരണമായി ഒരു 10 മണിക്ക് ഓഫീസിൽ പോകുന്ന ഒരു എംപ്ലോയി നോർമലി ഒരു 9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ അദ്ദേഹത്തിന് 10 മണിക്ക് ഓഫീസിൽ എത്താൻ പറ്റുള്ളൂ. അദ്ദേഹം 9 മണിയായി ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഒരു 8:50, 8:55 ആകുമ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ നമുക്ക് ഒരു നല്ലൊരു മൂഡിൽ നമുക്ക് വെൽക്കം ചെയ്യാനോ നമ്മളോടൊപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ തിരക്ക് മുഴുവൻ ഓഫീസിൽ 10 മണിക്ക് മുമ്പ് എത്തണം. അപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡ് പലപ്പോഴും അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമ്മളുടെ മിസ്റ്റേക്ക് ആണ് നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ ടൈമിന്റെ അവൈലബിലിറ്റി നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടില്ല, അദ്ദേഹത്തിന്റെ മൂഡ് കൃത്യമാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടില്ല. ഒരു വീട്ടമ്മയെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്ന അതിരാവിലെ നമ്മൾ ചെന്നാൽ ഒരു വീട്ടമ്മ പലപ്പോഴും ഒരു കിച്ചണിൽ ബിസി ആയിരിക്കും. മേ ബി എല്ലാ ജോലികളൊക്കെ ചെയ്തിട്ട് ഒരു 10 മണിക്ക് ശേഷമായിരിക്കാം ഒരു വീട്ടമ്മ കുറച്ചും കൂടി ഫ്രീ ആവുക. അപ്പൊ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വീട്ടമ്മയുടെ ഫോളോ അപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ അവരുടെ അവൈലബിലിറ്റി ഓഫ് ടൈം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പൊ അവരുടെ മൂടും സമയവും മുൻകൂട്ടി മനസ്സിലാക്കി വേണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് എല്ലാ ഫോളോ അപ്പിലും ഒരുപോലെ തത്തമ്മേ പൂച്ച പൂച്ച എന്നുള്ള ലെവലിൽ ആവർത്തിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഫോളോ അപ്പ് ഒരിക്കലും എഫക്റ്റീവ് ആവില്ല. ശ്രീനിവാസന്റെ ഒരു സിനിമയുണ്ട്, നമുക്കറിയാം, ചിന്താവിഷ്ടയായ ശ്യാമള. അതിൽ ശ്രീനിവാസൻ വീട് വിട്ട് പോകാൻ പോകുമ്പോ കുട്ടികൾ പറയും അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛ പോലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ പറയാ, തത്തമ്മേ പൂച്ച പോലെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരേ കാര്യം ഫോളോ അപ്പിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് എഫക്റ്റീവ് ആവില്ല. ഫോളോ അപ്പ് എഫക്റ്റീവ് ആവണമെങ്കിൽ ഓരോ ഫോളോ അപ്പിലും നമ്മൾ വാല്യൂ അഡിക്ഷൻസ് നടത്തണം. എന്നാൽ നമ്മുടെ ഫോളോ അപ്പിന്റെ കണ്ടന്റില് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ആ ഫോളോ അപ്പ് ഏറ്റവും എഫക്റ്റീവ് ആവുക. ഇനി വാല്യൂ അഡിഷൻ മാത്രമാണ് ഫോളോ അപ്പിന്റെ. ഫോളോ അപ്പിൽ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റിജക്ഷൻസ് ആർ പാർട്ട് ഓഫ് ഫോളോ അപ്പ്. ഏത് ഫോളോ അപ്പിലും ആളുകൾ നോ പറയും, നിങ്ങളെ റിജക്ട് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ റിജക്ഷൻസിന് സ്വീകരിക്കാനും ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫോളോ അപ്പ് എഫക്റ്റീവ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഫോളോ അപ്പില് ലോകത്തെ ഏറ്റവും നമ്പർ 1 മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുള്ള ബ്രെയിൻ ട്രേസി പറയുന്നു, ഡു ഫോളോ 80% എന്നാണ്. എന്താണ് 80% ഫോളോ അപ്പ് ചെയ്യാമെന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരാളുമായിട്ട് പ്രൊഡക്റ്റോ ബിസിനസ്സോ ഡിസ്കസ് ചെയ്യുമ്പോൾ 2% കേവല ആളുകൾ മാത്രമാണ് ആ ഫോളോ അപ്പിലൂടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ യെസ് പറയുക. അതിനർത്ഥം ബാക്കിയുള്ള ആളുകളെല്ലാം നമ്മൾ വിട്ടുകളയണമെന്നാണോ? അല്ല. 2% ആളുകൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് ഫോളോ അപ്പിൽ യെസ് പറഞ്ഞാൽ
3% ആളുകളാണ് രണ്ടാമത്തെ സെക്കൻഡ് അറ്റംപ്റ്റിൽ യേസ് പറയുക. അപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും, കൂടുതൽ ട്രസ്റ്റ് ബിൽഡിംഗ് നടന്നിട്ടുണ്ടാവും, അദ്ദേഹത്തിന് കൂടുതൽ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ബിലീഫ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. 3% ആളുകൾ സെക്കൻഡ് ഫോളോ അപ്പിൽ വരും. 5% ആളുകൾ തേർഡ് ഫോളോ അപ്പിലാണ് യെസ് പറയുക എന്നുള്ളതാണ്. 10% ആളുകൾ ഫോർത്ത് ഫോളോ അപ്പിലാണ് യെസ് പറയുമെങ്കിൽ 80% ആളുകളും ഒരു സെയിൽസ് പ്രോസസ്സിലേക്ക് വരുന്നത് 5th മുതൽ 12 ഫോളോ അപ്പ് വരെയാണ്. അപ്പൊ സിസ്റ്റം പറയുന്നത് ഒരാളെ നിങ്ങൾക്ക് 12 തവണ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹം നിങ്ങളോടൊപ്പം ബിസിനസ് ആരംഭിച്ചിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അത് സെയിൽസിന്റെ പ്രോസസ്സാണ്, സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പൊ ഒരാൾ ഒരിക്കൽ കണ്ടിട്ട് ഫോളോ അപ്പ് ചെയ്യാതെ വിട്ട് കളയരുത്. ഈ ബിസിനസ്സിൽ വിജയിച്ച ആളുകളെല്ലാം ഈ ഫോളോ അപ്പ് ചെയ്യാനുള്ള സ്കില്ലുകള് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഫോളോ അപ്പ് ഷെഡ്യൂൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് നമ്മൾ ഫോളോ അപ്പിന്റെ ഷെഡ്യൂളുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഫോളോ അപ്പ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്? നമ്മൾ ഒരാളെ നമുക്കറിയാം, നമ്മൾ സ്കൂൾസിൽ എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളറിയാം, നമ്മൾ ആദ്യം ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയുള്ളിൽ നമ്മളത് ബ്രെയിനിലുണ്ടാവും. 24 മണിക്കൂറിന് ശേഷം നമ്മൾ ആ കാര്യം പതുക്കെ പതുക്കെ മറക്കാൻ തുടങ്ങും. 48 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ആ കേട്ട കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. കഴിഞ്ഞ 2-3 ദിവസം മുന്നേ നമ്മൾ ഇട്ട ഷർട്ട് ഏതാണെന്നോ, ഡ്രസ്സ് ഏതാണെന്നോ, ചുരിദാർ എന്താണെന്നോ, സാരി ഏതാണെന്നോ ചോദിച്ചാൽ ഒരു പക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒരു പ്രൊജക്റ്റോ പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ സംസാരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആളുകൾ മറന്നുപോകും. അപ്പോ 24 മണിക്കൂറും 48 മണിക്കൂർ വളരെ പ്രധാനമാണ്. ഒരാളുമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിലാണ് ഫോളോ അപ്പ് ഷെഡ്യൂളിൽ ഫസ്റ്റ് ഫോളോ അപ്പ് സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴാണ് ഫോളോ അപ്പ് തുടങ്ങുന്നത്? പ്രോജക്റ്റും കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് സെയിം മൊമെന്റിൽ ഫോളോ അപ്പ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ലക്ഷ്യം അദ്ദേഹത്തെ ഓൺ ദ സ്പോട്ട് കല്ല് ചൂടായിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഏറ്റവും പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് അദ്ദേഹത്തിനായിട്ട് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തോട് ബിസിനസ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ആ സെയിൽ നമ്മൾ കൺഫേം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറാണ് നമ്മുടെ ഫോളോ അപ്പിന്റെ ആദ്യത്തെ ഘട്ടം. ഇനി നേരത്തെ സൂചിപ്പിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഒരിക്കൽ കൂടി വായിച്ചാൽ ഒരാഴ്ച അത് ആ മെമ്മറിയിൽ ഉണ്ടാവും. ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും വീക്ക്ലി എക്സാമിനേഷൻ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഒരാവർത്തി കൂടി ആ എടുത്ത കാര്യങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ അത് 1 മാസം നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. ഈ 1 മാസത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ ആ കാര്യം ആവർത്തിച്ച് നമ്മളത് വായിക്കുകയാണെങ്കിൽ 1 മാസം കഴിയുമ്പോൾ അത് 6 മാസത്തേക്ക് അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ ഉണ്ടാവും. ഈ 6 മാസത്തിന് ശേഷം ഒരിക്കൽ കൂടി അത് വീണ്ടും ആവർത്തിച്ച് വായിച്ചാൽ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന്റെ മെമ്മറി വരുന്നു. അപ്പൊ ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ഷെഡ്യൂൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് 24 അല്ലെങ്കിൽ 48 മണിക്കൂർ നമ്മുടെ ഫസ്റ്റ് ഫോളോ അപ്പ് ഡേ ആണ്. ഒരു 3 ദിവസത്തിനുള്ളില് സെക്കൻഡ് ഫോളോ അപ്പ് നമ്മൾ ചെയ്തിരിക്കണം. ഒരാഴ്ചക്കുള്ളില് 4ാമത്തെ ഫോളോ അപ്പ് നമ്മൾ ചെയ്തിരിക്കണം. 1 മാസത്തിനുള്ളില് 5ാമത്തെ ഫോളോ അപ്പ് നമ്മൾ ചെയ്തിരിക്കണം. 6 മാസത്തില് 6ാമത്തെ ഫോളോ അപ്പ് നമ്മൾ ചെയ്തിരിക്കണം. ഇനി 6 മാസത്തെ ഇന്റർവെല്ലിലാണ് നമ്മൾ ഫോളോ അപ്പുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 5ാമത്തെ തൊട്ട് 12ാമത്തെ ഫോളോ അപ്പിനുള്ളിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും കൺവിൻസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും സെയിൽ ചെയ്യാനും പറ്റും. അത് തിയറിയാണ്. അതനുസരിച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കണം, നിങ്ങൾ അച്ചീവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ മാറിക്കൊണ്ടിരിക്കണം, നിങ്ങളുടെ എന്തൂസിയാസം മാറിക്കൊണ്ടിരിക്കണം. ദിസ് ഈസ് ദി പവർ ഓഫ് ഫോളോ അപ്സ് എന്നാണ്. ഇനി ഫോളോ അപ്പ് 2 രീതിയിലുണ്ട്, ഫിസിക്കൽ ഫോളോ അപ്പും ഡിജിറ്റൽ ഫോളോ അപ്പും. ഫിസിക്കൽ ഫോളോ അപ്പ് എന്ന് പറയുന്നത് കൊറോണ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സൂം ക്ലൗഡ് മീറ്റിംഗ്സ്. ലോകത്ത് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട്, നിങ്ങളുടെ കംഫോർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ലോകം മുഴുവനുള്ള ആളുകളുമായി കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻ സൂം. ഇന്ന് നമുക്ക് ഈ മേഖലയിൽ വിജയിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ 28 സംസ്ഥാനങ്ങളിലെയും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ആളുകളുമായി കണക്ട് ചെയ്യാൻ
ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പനി നമുക്ക് വേണ്ടി ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഒരു വീട്ടമ്മക്ക് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ സൂമിലൂടെ ഈ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളും പ്രോഗ്രാമുകളും നിരന്തരം കേൾക്കാനും ഈ സൂമിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് കമ്പനി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വളരെ സൂമാണ്. കമ്പനിയുടെ ഈ ഗ്രോത്ത് അക്കാദമി എന്നുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ നിരവധി പ്രോഗ്രാമുകൾ ഓൾ ഇന്ത്യ ബേസ്ഡില് കമ്പനി നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നമുക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ പ്രശ്നമല്ല, ഹിന്ദിയിലുള്ള ഒരു പ്രസന്റേഷന്റെ ലിങ്ക് നമുക്ക് ഒരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ബിസിനസ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. മറ്റൊരു ഭാഷയിൽ ഇന്ന് കന്നഡയിലും അതുപോലെ തന്നെ തെലുങ്കിലും ഒക്കെ പല മൾട്ടിനാഷണൽ, മലയാളത്തിലുള്ള പോലെ തന്നെ മൾട്ടിനാഷണൽസ് ഭാഷകളില് ഇന്ന് ഇതിന്റെ പ്രോഗ്രാമുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ റൺ ചെയ്യുന്നുണ്ട് സൂം പ്ലാറ്റ്ഫോം. അപ്പൊ ഡിജിറ്റൽ ആയിട്ട് നമുക്ക് ഒരാളെ ബിസിനസ്സുമായി കണക്ട് ചെയ്താൽ ഫോളോ അപ്പ് ചെയ്യുന്നതും ഓൺലൈനാണ്, ഡിജിറ്റലാണ്. അത്തരത്തിലുള്ള ഡിജിറ്റൽ ഫോളോ അപ്പ് സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആളുകളെ കണക്ട് ചെയ്യാനും ആ വ്യക്തിക്ക് കമ്പനിയുടെ സെയിൽസ് പ്രോസസ്സിന് വേണ്ട പേയ്മെന്റ്സ് കമ്പനിയിലേക്ക് ചെയ്യാനും ആ വ്യക്തിക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ കൃത്യമായി കമ്പനിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് എത്തിക്കാനുള്ള സിസ്റ്റംസ് നമ്മളുണ്ട്. അപ്പൊ നമ്മൾ ഫിസിക്കൽ ഫോളോ അപ്പിനോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതും എൻഹാൻസ് ചെയ്യേണ്ടതുമായ സ്കില്ലുകളിലൊന്നാണ് ഡിജിറ്റൽ ആയിട്ട് ചെയ്യാൻ നമ്മൾ പരിശീലിച്ചിരിക്കണം. പിന്നെ ഇവന്റ് ബേസ്ഡ് ഫോളോ അപ്പ്. എന്താണ് ഇവന്റ് ബേസ്ഡ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു ഇവന്റിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതൊരു ഓൺലൈൻ പ്രോഗ്രാം ആവാം, സൂം പ്രോഗ്രാം ആവാം, ലൈവ് സെമിനാർ സെക്ഷൻസ് ആവാം. ഇത്തരത്തിലുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും ആഴത്തെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓൺലി തിങ് നമ്മുടെ കയ്യിൽ ഒരു സൂമിന്റെ ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ഒരു വ്യക്തിക്ക് ഇവന്റ് ബേസ്ഡ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഫോളോ അപ്പ് ഷെഡ്യൂൾ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ ഒരു വ്യക്തിയെ 48 മണിക്കൂറിൽ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. 48 മണിക്കൂറിൽ ഫോളോ അപ്പ് ചെയ്യാത്ത ഷെഡ്യൂൾ ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ബിസിനസ്സിൽ നമ്മൾ അവരെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ കൊണ്ടുവരുന്നത് സ്പോട്ടിൽ നമ്മൾ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ബിസിനസ് ക്ലോസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം കല്ല് ചൂടേരിക്കുമ്പോഴാണ് നമുക്ക് ദോശ ചൂടേണ്ടത്. ഇനി നേരത്തെ സൂചിപ്പിച്ച ഷെഡ്യൂളിൽ നമുക്ക് പറയാം, ഒരു 48 മണിക്കൂറിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഫോളോ അപ്പ്, ദെൻ ഒരാഴ്ചയിൽ സെക്കൻഡ് ഫോളോ അപ്പ്, ഒരു മാസത്തിൽ തേർഡ് ഫോളോ അപ്പ്, അതുപോലെ തന്നെ 6 മാസത്തിൽ ഫോർത്ത് ഫോളോ അപ്പ്. ആ രീതിയിൽ ആ ഫോളോ അപ്പ് ഷെഡ്യൂൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ ഫോളോ അപ്പ് രജിസ്റ്റർ, എന്താ ഫോളോ അപ്പ് രജിസ്റ്റർ എന്ന് പറയുന്നത്? നമ്മള് വിജയിച്ച ആളുകൾ എല്ലാവരും എഴുതി വെക്കുന്ന ശീലമുള്ള ആളുകൾ നമുക്കെല്ലാം മൈൻഡിൽ കൊണ്ടു നടക്കാൻ വളരെ പോസിബിൾ അല്ല. ആരെ എന്ന് ഫോളോ അപ്പ് ചെയ്യണം നമുക്ക് ഓർത്ത് കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സോ മേക്ക് എ ഹാബിറ്റ്. നമുക്കൊരു ഫോളോ അപ്പ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ കഴിക്കാം. കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിന്റെ വിവരങ്ങളും അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ്സുകളും ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുക. അപ്പൊ എന്താണ് ഒരു ഫോളോ അപ്പ് രജിസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഫോളോ അപ്പ് രജിസ്റ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ പേര്, അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ, അദ്ദേഹത്തിന്റെ കെയർ ഓഫ് ലീഡർ ആരാണ്, കെയർ ഓഫ് ലീഡർ ആണ്, ഫസ്റ്റ് ഫോളോ അപ്പ്, സെക്കൻഡ് ഫോളോ അപ്പ്, തേർഡ് ഫോളോ അപ്പ്, 12th ഫോളോ അപ്പ് വരെയുള്ള കോളംസ് വരച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക. അങ്ങനെ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രോസ്പെക്റ്റീവ് ഒരു ലീഡർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം, അദ്ദേഹത്തിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനെ നമ്മൾ ഫോളോ ചെയ്യാൻ പോകും. നമ്മൾ ഡെയിലി വർക്കിൽ നമ്മൾ ഫീൽഡിൽ പോകുന്ന സമയത്ത്, ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളോട് കുറിച്ച് വെച്ചാൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ വലിയൊരു ഡേറ്റാബേസ് ഉണ്ടാവും. ഒരു പക്ഷെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ നാളെ ചിലപ്പോൾ ബിസിനസ്സിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരു 3ാമത്തെ 4ാമത്തെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ടാവും. ഒരു വ്യക്തിക്ക് പ്രോഗ്രാം ഇന്ന് കൊടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ 3 ദിവസം ഫസ്റ്റ് ഫോളോ അപ്പിന്റെ ഡേറ്റ് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ദിവസത്തിലുള്ള കംപ്ലീറ്റ് കൊടുക്കാൻ കാണേണ്ട ആളുകളുടെ ലിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. 3 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അടുത്ത ഫോളോ അപ്പ് ഡേറ്റ് നമുക്ക് അവിടെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. 3 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഫോളോ അപ്പ് ഡേറ്റ് ഒരാഴ്ചയാണ്. അപ്പൊ കൃത്യമായിട്ട് ഒരാഴ്ച കഴിഞ്ഞുള്ള ഡേറ്റിലാണ് അദ്ദേഹത്തിന് വീണ്ടും കാണേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും. ആ ഡേറ്റുകളാണ് ഫോളോ അപ്പ് ഷെഡ്യൂളുകളിൽ നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ കൃത്യമായി ഡേറ്റുകൾ എഴുതി പോകുന്ന വ്യക്തിക്ക് 3ാമത്തെ 4ാമത്തെ 5ാമത്തെ ഫോളോ അപ്പിനുള്ളിൽ എന്തായാലും ഒരു വ്യക്തി യെസ് പറഞ്ഞിട്ടുണ്ടാവും. യെസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് ജോയിന്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ മെയിൻറ്റെയിൻ എ പ്രോപ്പർ ഫോളോ അപ്പ് രജിസ്റ്റർ. അതെടുത്തുകൊണ്ട് ഡെയിലി നമ്മൾ വൈകിട്ട് നമ്മുടെ നെക്സ്റ്റ് ഓരോ ദിവസം കാണേണ്ട ആളുകളുടെ ലിസ്റ്റ് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അവരെ മുൻകൂട്ടി കണക്ട് ചെയ്യാനും അവരെ കാണാനുള്ള ഒരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കയ്യില് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ
വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിന്റെ ഒരു ലിസ്റ്റുകള് നിങ്ങളുടെ അസോസിയേറ്റ്സിലൂടെയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഫോളോ അപ്പ് രജിസ്റ്റർ മെയിൻറ്റെയിൻ എന്ന് പറയുന്നത്. ഫോളോ അപ്പ് ഇത് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി കാലഘട്ടം മാറി. ഈ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഓൺലൈനാണ്. ഇന്ന് ആഹാരം ഓർഡർ ചെയ്യുന്നത് ഓൺലൈനിലൂടെയാണ്. ഇന്ന് നമ്മൾ പല കാര്യങ്ങളും ഒരു ടെലിഫോൺ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുക, വാട്ടർ ബില്ല് അടക്കുക, ഗ്യാസിന്റെ ബില്ല് അടക്കുക, അതുപോലെ തന്നെ ഫീസുകൾ അടക്കുക, അതുപോലെ തന്നെ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, രജിസ്ട്രേഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേരിടുന്ന പേയ്മെന്റ്സുകൾ എല്ലാം നടക്കുന്നത് ഓൺലൈനാണ്. ബിസിനസിന്റെ പാറ്റേൺ മാറുന്നു. ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് ഓൺലൈൻ മീഡിയയിലാണ്. അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഓൺലൈനാണ്. അപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള സ്കില്ലുകളും പ്രൊപ്പോഷണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. കാരണം ഇന്ന് നമ്മൾ എല്ലാവരും ഓൺലൈനിൽ കണക്റ്റഡ് ആണ്. അപ്പോ മാഗ്നറ്റിക് ഫണൽ, ഒരു ഫണല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ആ ഫണലിലേക്ക് നമുക്ക് ആവശ്യമായ കാര്യങ്ങള് അതിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആ ഫണലിനകത്ത് കണക്റ്റഡ് ആയ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് വേണ്ട വാല്യൂ അഡീഷണൽ ആയിട്ടുള്ള ഫോളോ അപ്പുകൾ ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആ സോഷ്യൽ മീഡിയനെ എങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കമ്പനിയുടെ ഗ്രോത്ത് അക്കാദമിയാണ്. സോ വളരെ പവർഫുൾ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഗ്രോത്ത് അക്കാദമിയിലുണ്ട്. അവരിലൂടെ നമുക്ക് ഈ കമ്പനി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റവും നോളജും നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫോളോ അപ്പ് ഫണലില് ഒരാളെ വ്യക്തി നേരിട്ട് പോയി കണ്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പോലും അറിയാതെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അച്ചീവ്മെന്റിന്റെ ഫോട്ടോസ് കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ ഇൻകത്തിന്റെ ഫോട്ടോസുകൾ കാണിച്ചുകൊണ്ട്, കമ്പനിയുടെ പുതിയ അപ്ഡേഷൻസിന്റെ ഡീറ്റെയിൽസുകൾ കാണിച്ചുകൊണ്ടൊക്കെ പല രീതിയിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫണൽസിലൂടെ നിങ്ങളുടെ പ്രൊഫൈലിലുള്ള ആളുകളെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള എങ്ങനെയാണ് അത് സയന്റിഫിക്കലി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ കാലഘട്ടം ഓൺലൈൻ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളിവിടെ ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവയർനെസ് ക്രിയേറ്റലാണ്, വാമപ്പാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു സെയിൽ എഫക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ കല്ല് ചൂടാക്കണം. കല്ല് ചൂടാക്കിയാൽ മാത്രമേ ദോശ നന്നായി ചൂടാൻ പറ്റൂ. ഓവറായിട്ടും ചൂടാക്കാൻ പാടില്ല, കുറവാനും പാടില്ല. നമുക്ക് ആവശ്യമുള്ള ലെവലിൽ അതിനെ ചൂടാക്കി നിർത്തിക്കൊണ്ട് വേണം. അപ്പൊ അവയർനെസ് ക്രിയേറ്റ് ചെയ്യലാണ് ഫോളോ അപ്പ് സ്റ്റേജസിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഫസ്റ്റ് കോണ്ടാക്റ്റിൽ തന്നെ ക്രിയേറ്റിംഗ് ആൻഡ് അവയർനെസ്. അതിന് പറ്റുന്ന ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കണം. അതിനാണ് പേഴ്സണലൈസ്ഡ് മെസ്സേജസ്, വെൽക്കമിങ് സ്ക്രീൻഷോട്ടുകള്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ടോക്കുകള് ഒക്കെ ആളുകളെ കണക്റ്റഡ് ആക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കണക്റ്റഡ് ആക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ്. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കണക്ഷൻ ബിൽഡിംഗ് ആണ്. നിങ്ങളുടെ ഒരു പോസ്റ്റർ ആയിരിക്കാം, നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് സെലിബ്രേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഇൻകം ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ, ആളുകൾക്ക് കണക്റ്റഡ് ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഫസ്റ്റ് അവയർനെസ് കണക്ഷൻ ആവും വാമപ്പം. ഇനി സ്റ്റേജ് 2, ആളുകൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ താല്പര്യത്തോടെ വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം? ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങൾക്ക് ഈ അദ്ദേഹത്തിന്റെ ഈ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വാല്യൂ ബേസ്ഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് ആഡ് ചെയ്യണം. നമ്മളൊരു ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു ഫലൂദ ഓർഡർ ചെയ്യാന്ന് വിചാരിക്കാം. നമ്മൾ ഫലൂദ ഓടുമ്പോൾ പ്ലെയിൻ ഫലൂദ നമുക്ക് കിട്ടും. പക്ഷെ ചില റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ അതിൽ ആഡ് ഓൺസ് കുറെ ഉണ്ടാവും, ടോപ്പ് അപ്സ് കുറെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഫലൂദയുടെ പഴങ്ങളുണ്ടാവും, അതിനകത്ത് ഒരു പക്ഷെ ക്രീംസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ നട്ട്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ബെറീസുകൾ ഉണ്ടാവും, ഐസ്ക്രീംസ് ആഡ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഏറ്റവും മേളിൽ ചെറീസുകൾ ഉണ്ടാവും. അങ്ങനെ ഓരോരോ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ആ ഫലൂദനെ വാല്യൂ അഡീഷനിലൂടെ വേറൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ്. ഒരു ഇൻഷുറൻസ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഒരാള് ആൾക്ക് ബേസിക് പോളിസികൾ അദ്ദേഹത്തിന് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതോടൊപ്പം തന്നെ വാല്യൂ അഡീഷൻ നടത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. പുറത്ത് ക്രിട്ടിക്കൽ ഇൽനെസ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾക്ക് ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരാൾക്ക് അഡീഷണൽ ഒരു പ്രീമിയം കൊടുത്തുകൊണ്ട് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു റൈഡർ ഉണ്ടാവും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മറ്റു രീതിയിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡേഴ്സ് ഉണ്ടാവും. എക്സ്ട്രാ പ്രീമിയം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സുകൾ കൊടുക്കാൻ പറ്റും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഫോളോ അപ്പിന് മുന്നോട്ട് പോകുന്ന സമയത്ത് വാല്യൂ ആഡഡ് ആയിട്ടുള്ള ടോപ്പ് അപ്സ്, നട്ട്സുകള്, മറ്റുള്ള രീതിയിലുള്ള ബെറീസുകള്, ഐസ്ക്രീംസുകളൊക്കെ നമുക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. വാല്യൂ അഡീഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ് ആണ്. ടൂൾസ്, സക്സസ് സ്റ്റോറി,
നമ്മൾ ഈ ബിസിനസ്സിന്റെ ടൂൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരുടെ വിജയിച്ച ആളുകളുടെ സക്സസ് സ്റ്റോറികൾ, പ്രൊഡക്റ്റിന്റെ ടെസ്റ്റിമോണിയൽസ്, വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് ആളുകളെ പിച്ച് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ആണ്. നിങ്ങളുടെ ഫോളോ അപ്പ് ഇൻഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ്. അതോടൊപ്പം തന്നെ ഇവന്റ് ബേസ്ഡ് ഫോളോ അപ്സ് ഉണ്ട്. ആളുകൾക്ക് പല പ്രോഗ്രാമുകൾ ഒരു സൂമിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട്, ഒരു കമ്പനിയുടെ ഒരു ഇവന്റിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആളുകളെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇവന്റ് ബേസ്ഡ് ഫോളോ അപ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സൂമും സെമിനാർസും ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഫോളോ അപ്സിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. 2 ടൈപ്പ് ഫോളോ അപ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഫസ്റ്റ് ഫോളോ അപ്പ് ഷെഡ്യൂൾ ഫിസിക്കൽ ഫോളോ അപ്പ് എന്ന് പറയും, ഡയറക്റ്റ് ഫോളോ അപ്പ്. പക്ഷെ സെയിൽസിൽ പറയുന്നത് 5% ആളുകളാണ് ഡയറക്റ്റ് ഫോളോ അപ്പിൽ കടന്നു വരിക. അപ്പോ ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫോളോ അപ്പ് മാത്രം പഠിച്ചാൽ പോരാ, ഇൻഡയറക്റ്റ് ഫോളോ അപ്പ് പഠിക്കണം. 95% ആളുകളും ഇൻഡയറക്റ്റ് ഫോളോ അപ്പിലാണ് വരുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇൻഡയറക്റ്റ് ഫോളോ അപ്പ് എന്താണ് എന്നുള്ളതാണ് ഇനി സംസാരിക്കാൻ പറ്റുന്നത്. വാട്സപ്പ് ഈസ് ദി ഫോളോ അപ്പ് ടൂൾ. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്ന സോഷ്യൽ മീഡിയ വാട്സപ്പാണ്. ആമ റൈറ്റ് ഓർ നോട്ട്? പ്രായമുള്ള ആളുകളെല്ലാം FB-യിലാണ്. ജെൻസീസ് എല്ലാം ഇൻസ്റ്റയിലാണ്. പക്ഷെ എല്ലാവരും വാട്സപ്പിൽ ആക്റ്റീവാണ്. സോ വാട്സപ്പ് ഈസ് ദി ഫോളോ. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നതും ഒരു വ്യക്തിയോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വാട്സപ്പാണ്. സോ വാട്സപ്പിലൂടെയാണ് നമ്മൾ പാസീവായിട്ട് ഒരു വ്യക്തിയെ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വാട്സപ്പ് ഈസ് ദി ഫോളോ അപ്പ് ടൂൾ. വാട്ട് ഈസ് ദി പാസീവ് ഫോളോ അപ്പ്? എന്താണ് നമ്മൾ പാസീവ് ഫോളോ അപ്പ്? നമ്മൾ വിളിക്കണം, നമ്മൾ ഒരാളെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യാതെ, ഒരിക്കൽ പോലും നേരിട്ട് അയാളുടെ നേരിട്ട് ചോദിക്കാതെ, അയാള് പോലും അറിയാതെ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പാസീവ് ഫോളോ അപ്പ്. നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത് പോലെ നമ്മൾ അറിയാതെ നമ്മുടെ ബിസിനസ്സിൽ ഇൻകം നമുക്ക് കിട്ടുമ്പോ നമ്മൾ പാസീവ് ഇൻകത്തിലേക്ക് നമ്മൾ കടന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ അറിയാതെ, അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാതെ, അദ്ദേഹത്തിനുമായി ഒരിക്കലും നേരിട്ട് കണക്റ്റഡ് ആവാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാട്സപ്പിലെ പാസീവ് ഫോളോ അപ്പ് എന്ന് നമ്മൾ പറയുന്നത്. സൈലന്റ് ആയിട്ട് അദ്ദേഹത്തിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ക്ലോസിങ്ങിന് വേണ്ടി റെഡിയാക്കുന്ന പ്രോസസ്സിനെയാണ് പാസീവ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഈ ആർക്കൊക്കെയാണ് ഈ പാസീവ് ഫോളോ അപ്പ് ആവശ്യമുള്ളത്? ഇന്നേ വരെ നമ്മൾ പ്രൊഡക്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ കാറ്റഗറിയുള്ള ആളുകളെയും റീഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വാട്സപ്പ് പാസീവ് ഫോളോ അപ്പിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. നിങ്ങളോടൊപ്പം ആക്റ്റീവ് ആയിരുന്ന ഒരു വ്യക്തി, നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് ചെയ്യുന്ന സമയത്ത് സെയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോളോ അപ്പ് തീരുന്നില്ല. ആ ഫോളോ അപ്പ് സ്കില്ല് നമ്മൾ വീണ്ടും ഡെവലപ്പ് ചെയ്യണം. ഒരാൾ പ്രൊഡക്റ്റ് സക്സസ്ഫുള്ളി ആയിട്ട് ഉപയോഗിക്കണം. ഉദാഹരണമായിട്ട് ഒരു ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റ് അദ്ദേഹം സക്സസ് ആയിട്ട് റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ റെഗുലർ ആയി നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. ആ പ്രൊഡക്റ്റ് കൃത്യമായി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ, വെള്ളം കൃത്യമായിട്ട് കുടിക്കുന്നുണ്ടോ, വെസ്റ്റ് ബാൻഡ് കൃത്യമായിട്ട് കെട്ടണുണ്ടോ, മാഗ്നറ്റിക് മാട്രസിലാണോ അദ്ദേഹം കിടക്കുന്നത്, ഇത് കൃത്യമായി നമ്മൾ ആവർത്തിച്ച് ചിലപ്പോൾ ആളുകൾ അത് മാറ്റിവെക്കും. പലപ്പോഴും വെള്ളം കുടിക്കാൻ മറന്നു. ആർക്കാണ് നല്ല രീതിയിൽ ഈ പ്രൊഡക്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്? നമ്മൾ ക്ലോസ് ചെയ്ത വ്യക്തിയെ ആക്റ്റീവായിട്ട് റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത വ്യക്തിക്കാണ് ആ പ്രൊഡക്റ്റ് അദ്ദേഹത്തിനെ കൊണ്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ഫോളോ അപ്പ് തീരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് റെഗുലർ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നതിലും നമുക്ക് ഫോളോ അപ്പ് ചെയ്യണം. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ ലിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അടുത്ത് തന്നെ. അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കണം. ഒരു സൂമിൽ ഒരു വ്യക്തി പങ്കെടുക്കണമെങ്കിൽ നാളെ സൂമിന്റെ ലിങ്ക് എടുത്തിട്ട് കൊടുത്താൽ മാത്രം അദ്ദേഹം പങ്കെടുപ്പിക്കില്ല. നമ്മൾ അദ്ദേഹത്തെ ആവർത്തിച്ച് വിളിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട ആവശ്യകത പറഞ്ഞു അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് റെഗുലർ ആയി നമ്മൾ പുഷ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു സൂമിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഒരു ട്രെയിനിങ്ങിൽ അദ്ദേഹത്തിന് പങ്കെടുക്കണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിക്കാനുള്ള ഫോളോ അപ്പ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, 29-ാം തീയതി കാലിക്കറ്റ് NDO പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ ആക്റ്റീവായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ടീമിനെ ആക്റ്റീവ് ആക്കുന്നതിലും ഈ ഫോളോ അപ്പ് നിർബന്ധമാണ്. പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് ബിസിനസ് ക്ലോസ് ചെയ്താൽ ഒരു വ്യക്തിയുടെ ഫോളോ അപ്പ് തീരുന്നില്ല, ആ സ്കില്ല് തീരുന്നില്ല. മറിച്ച് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഒരു വ്യക്തിക്ക് ഇൻഡസ്ട്രിയുടെ പവർ മനസ്സിലാക്കി കൊടുക്കുന്നത് വരെ
നിങ്ങൾ അദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അയാൾക്ക് എന്ന് ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ കത്തിയോ, എന്ന് ബൾബ് കത്തിയോ, പിന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഫോളോ അപ്പ് എടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം നിങ്ങളെക്കാൾ വേഗത്തിൽ പറക്കുന്നതായിരിക്കും. അത്രയും രീതിയിൽ നമ്മൾ ഫോളോ അപ്പ് ഷെഡ്യൂൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക്കണം. അപ്പോ നമ്മൾ പ്രൊഡക്റ്റ് എടുത്ത ആൾക്കാർ, ബിസിനസ് എടുക്കാത്ത ആളുകൾക്ക് നമുക്ക് പാസീവ് ഫോളോ അപ്പ് ആവശ്യമുണ്ട്. ഇനാക്റ്റീവ് ആയ ആളുകള് ആക്റ്റീവ് ആളുകളെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് ഫോളോ അപ്പ് ആക്റ്റീവ് ഒക്കെ ആക്കാൻ ഫോളോ അപ്പ് സിസ്റ്റം ആവശ്യമുണ്ട്. നമ്മളൊപ്പം ബിസിനസ് വിട്ടുപോയ ആളുകളുണ്ട്, പുതിയ അപ്ഡേഷൻസ് വന്ന് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് പാക്കേജ്, അവരെ നമുക്ക് ആക്റ്റീവ് ആക്കാനും ബിസിനസ്സിലേക്ക് റീജോയിൻ ചെയ്യിക്കാനും ഒക്കെ നമുക്ക് ഈ ഫോളോ അപ്പ് സിസ്റ്റം, പാസീവ് ഫോളോ സിസ്റ്റം നമുക്ക് അവരെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് റിയൽ ടൂൾ എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സ്റ്റാറ്റസുകൾ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? നമ്മുടെ ഉപയോഗിക്കുന്ന ഫോണ് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരേണ്ടതാണ്. നമ്മളിടുന്ന സ്റ്റാറ്റസുകള് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരേണ്ടതാണ്. ഉദാഹരണമായി, നിങ്ങൾ ഈ ബിസിനസ്സിൽ സീരിയസ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസുകളിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ ബയോട്ടോറിയത്തിൽ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബയോട്ടോറിയത്തിൽ സക്സസ് ആവാൻ പറ്റില്ല. നിങ്ങളിൽ ഈ ബയോട്ടോറിയം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ, നിങ്ങളുടെ ഡ്രീംസില്, നിങ്ങളുടെ ഓരോ ഡേ ടു ഡേ ആക്ഷൻസില്, നിങ്ങളുടെ ലേണിങ്സില് ഒക്കെ ഈ ബയോട്ടോറിയത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ ബ്ലഡിൽ ഉണ്ടാവണം, നിങ്ങളുടെ ശ്വാസത്തിൽ ഉണ്ടാവണം, നിങ്ങളുടെ വയർപ്പിൽ ഉണ്ടാവണം, നിങ്ങളുടെ എല്ലാത്തിലും ഈ ബയോട്ടോറിയം കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റും. അപ്പൊ ഡെയിലി സ്റ്റാറ്റസ് കണ്ടന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. പോസ്റ്റേഴ്സ്, അതുപോലെ തന്നെ BOPയുടെയും NDOയുടെയും വർക്ക്ഷോപ്പുകളുടെയും വീക്ക്ലി മീറ്റുകളുടെയും RTPകളുടെ ഒക്കെ റെഗുലർ ആയിട്ടുള്ള നിങ്ങൾ ടീമിൽ നടക്കുന്ന പോസ്റ്റേഴ്സിന്റെ ഒക്കെ പിക്ചേഴ്സുകൾ നിങ്ങൾ സ്റ്റാറ്റസുകളിൽ നിന്ന് ഇടുന്ന സമയത്ത് പല ആളുകളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും. പലർക്കും ആക്സിഡന്റ്, ചില ആളുകൾ കമന്റ് ചെയ്യും. നമുക്ക് ചൂണ്ടയിടാനുള്ള ഒരു മാർഗം നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വാട്സ്ആപ്പ് പാസീവ് ഫോളോ അപ്പ് എന്ന് പറയും. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈഫ് സ്റ്റൈൽ സ്ക്രീൻഷോട്ട്. ഇന്നലെ വരെ നിങ്ങൾ ഉണ്ടാകുന്ന ഒരു പുതിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കി, ഒരു സ്കൂട്ടർ വാങ്ങിച്ചു, ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു, പുതിയ ഡ്രസ്സ് ധരിച്ചു. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുന്ന ചേഞ്ചസുകള് വാട്സപ്പ് സ്റ്റാറ്റസിൽ കണ്ടന്റ് ആക്കിക്കൊണ്ട് ആളുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസീവ് ഫോളോ അപ്സ് എടുക്കുക. ആ വ്യക്തി വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടീമിന്റെ സെലിബ്രേഷൻ പ്രോഗ്രാമുകൾ 25K അടിക്കുന്ന സമയത്ത്, 50K അടിക്കുന്ന സമയത്ത്, 1 ലക്ഷം അച്ചീവർ ആയിട്ട് നിങ്ങൾ മാറുന്ന സമയത്ത്, തായ്ലൻഡ് അച്ചീവ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത്, ട്രിപ്പ് അച്ചീവ്മെന്റ് അവസ്ഥ, കോൺടെസ്റ്റ് അച്ചീവ്മെന്റ് ഉണ്ടാവുന്നത്, ഇത്തരത്തിലുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് സെലിബ്രേഷൻ പ്രോഗ്രാമുകള്, പിക്ചേഴ്സുകള് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസീവ് ഫോളോ അപ്പ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് ട്രെയിനിങ് അപ്ഡേറ്റ്സ്, നിങ്ങൾ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള നോളജുകൾ, പുതിയ പ്രോഡക്റ്റിന്റെ ലോഞ്ച്, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ആളുകളെ കണക്റ്റഡ് ആക്കാൻ പറ്റും. ടെസ്റ്റിമോണിയൽ വീഡിയോസ്, ഷോർട്ട് ടെസ്റ്റിമോണിയൽ വീഡിയോസ്, നമ്മൾ ഒരുപാട് റീൽസ് കാണുന്ന ഒരു ശീലത്തിലേക്കാണ് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കണമെങ്കിൽ ചെറിയ ടെസ്റ്റിമോണിയൽ വീഡിയോസുകൾ ഇട്ടുകൊണ്ട് തന്നെ ആളുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ മീനിനും വേണ്ട രീതിയിലുള്ള പല രീതിയിലുള്ള ചൂണ്ടകൾ ഇട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിലൂടെ പാസീവ് ആയിട്ടുള്ള ഫോളോ അപ്പ് നമുക്ക് നടത്താം. ബിസിനസ് അവയർനെസ് കണ്ടന്റ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസിന്റെ കണ്ടന്റ് നമ്മൾ ഇതിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് എക്സ്ട്രാ ഇൻകം എന്തുകൊണ്ട് നമ്മൾ നേടണം എന്നുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് ഇട്ടുകൊണ്ട് മോട്ടിവേഷണൽ വീഡിയോസ് ഷെയർ ചെയ്തുകൊണ്ട് നല്ലൊരു മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടുകൊണ്ട് നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് പാസീവ് ഫോളോ അപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. പാസീവ് ഫോളോ അപ്പ് വാട്സപ്പ് ആണ് ടൂൾ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. വാട്സപ്പില് പല രീതിയിലുള്ള ഗ്രൂപ്പ്സുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ജിന്നേഴ്സിലുള്ളതും ജീനിയസിലുമുള്ള ആളുകളുടെ കസ്റ്റമേഴ്സിന്റെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഗ്രൂപ്പുകൾ വേണം. അത് സെപ്പറേറ്റ് ആയിട്ട് വേണം. നിങ്ങൾ പുതിയ ആളുകളെ, പ്രൊഡക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഒരു എന്താ പറയാ, ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് വേണം. ബ്രോഡ്കാസ്റ്റ് എന്താണ് വാട്സപ്പില്, നമ്മുടെ നോർമൽ ഗ്രൂപ്പ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നോർമൽ ഗ്രൂപ്പിലെ ആളുകളെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ വ്യക്തിക്ക് ബ്രോഡ്കാസ്റ്റിലൂടെയാണ് നമ്മൾ പല ഗ്രൂപ്പ്സുകളും നമ്മൾ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പോഡ്കാസ്റ്റോടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രൈവസി ഉണ്ട്, അതിനൊരു സെക്യൂരിറ്റി ഉണ്ട്, മൾട്ടിപ്പിൾ ക്രോസ് നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻസ് വരില്ല. ആർക്കൊക്കെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് അറിയാൻ പറ്റില്ല. സോ മേക്ക് വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ്സ്. അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീനിയസിന്റെയും വിന്നേഴ്സിന്റെയും പ്രൊഡക്റ്റ് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ വേറൊരു ഗ്രൂപ്പ്, ബിസിനസ് പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ വേറൊരു ഗ്രൂപ്പ്, പിന്നെ ഇനാക്റ്റീവ് മെമ്പേഴ്സിന്റെ വേറൊരു ഗ്രൂപ്പ്, ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള വേറൊരു ഗ്രൂപ്പ്. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അച്ചീവ്മെന്റ്സ്, ചേഞ്ചസ്, പ്രൊഡക്റ്റ് റിലേറ്റഡ് എത്രയുള്ള ഓരോ കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് ബ്രോഡ്കാസ്റ്റിലൂടെ
ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഫോളോ അപ്പ് സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത്. സോ നമ്മൾ ഓൺലൈനിൽ കൂടുതൽ ആക്റ്റീവ് ആവുകയും നമ്മുടെ ഓൺലൈൻ കഴിവുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓൺലൈനിലൂടെ ഈ സിസ്റ്റം നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. വെൽക്കം സ്ക്രീൻഷോട്ട്. ഒരു പുതിയ വ്യക്തിയെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ബിസിനസ്സിന് വേണ്ടിയാണ്. നമുക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ടൂൾസ് വ്യത്യാസമുണ്ട്. പ്രൊഡക്റ്റ് സെയിൽസിന് വേണ്ടി നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ടൂൾസ് വ്യത്യാസമുണ്ട്. അത് നമ്മൾ രണ്ടാണ്. അപ്പൊ പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കേണ്ട കണ്ടന്റ് ആയിരിക്കരുത്, അല്ല ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കാം. കാരണം അവർക്ക് ബിസിനസ് കണ്ടന്റ്സാ കൊടുക്കാം. അപ്പൊ പേ ഔട്ടും സ്ക്രീൻഷോട്ടും ഒക്കെ ബിസിനസ് ചെയ്യാൻ വരുന്ന ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടേതാവാം, നിങ്ങളുടെ അപ്ലൈന്റെ ആവാം, ടീമിലുള്ള അംഗങ്ങളായിക്കോട്ടെ, ഈബായിട്ട് വരുന്ന ആളുകളായിക്കോട്ടെ, അച്ചീവ്മെന്റ്സുകളെല്ലാം ബിസിനസ് ചെയ്യുന്ന ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് സ്ക്രീൻഷോട്ടുകൾ. അതുപോലെ തന്നെ ഓഡിയോസ്. നമ്മുടെ ടീമിലുള്ള ആളുകളുമായിട്ട് നമുക്ക് ഓഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓഡിയോ ഉപയോഗിച്ചുകൊണ്ട് ടീമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ആളുകളുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ബിസിനസ്സിൽ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ലീഡേഴ്സ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. പേയ്മെന്റ് സ്ക്രീൻഷോട്ട്, അച്ചീവ്മെന്റ് ഫോട്ടോസ്, മൊബൈൽ കാറ്, പുതിയ കാറ് വാങ്ങിയാലും, പുതിയ മൊബൈൽ വാങ്ങിയാലും, പുതിയ വീട് വാങ്ങിയാലും, പുതിയ ട്രിപ്പുകൾ അടിച്ചാലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ അച്ചീവ്മെന്റ്സുകളും ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പ്സുകളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഇൻഡയറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഡെയിലി ഗുഡ് മോർണിംഗ് മോട്ടിവേഷൻ കോട്സ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചത് എങ്ങനെ നമ്മൾ ഈ കാലഘട്ടത്തില് ഫോളോ അപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഫോളോ അപ്പിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസിൽ ഫോളോ അപ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു മനോജ് സാറിനെ, ഒരു ഡാനി സാറിനെ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കോടിപതി അച്ചീവേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ ഡെപ്തിൽ പോയി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിതീഷ് അഗർവാളിനെ ഇത്രയധികം ഫോളോ അപ്പുകൾ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു വലിയ അദ്ദേഹത്തിന് ഒരു പ്രൊജക്ട് അദ്ദേഹത്തിനോടാൻ പറ്റിയിട്ടുള്ളത്. നമ്മുടെ കെൻടക്കിയുടെ ഓണറിന് 60ാമത്തെ വയസ്സിൽ 1009 പ്രാവശ്യം ആളുകളെ കണ്ടപ്പോഴാണ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ഫോളോ അപ്പ് സ്കില്ല് നിരന്തരമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ക്രോർപതീസ്, മനോജ് സാറിനെ പോലെ, ഡാനി സാറിനെ പോലെ ഒരുപാട് കോടിപതികളെ നിങ്ങൾക്ക് ഫോളോ അപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, മാസ്റ്റർ ദാറ്റ് സ്കിൽ, അതിനെ റെപോളിഷ് ചെയ്യുക, ക്രിയേറ്റ് യുവർ സക്സസ്ഫുൾ ടൈം. ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഇബയോട്ടോറിയ. താങ്ക് യു വിനോദ് സാർ, താങ്ക് യു. എന്തായാലും വിനോദ് സാറ് നമ്മുടെ സ്കില്ലിനെ കുറിച്ചും ഡ്രസ് കോഡിനെ കുറിച്ചും എല്ലാം നല്ല വിശദമായിട്ട് വളരെ ലളിതമായ ഭാഷയിൽ നമ്മളോട് സംസാരിച്ചു അല്ലേ. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായി കാണുന്നതാണ് എന്റെ വിശ്വാസം. സാറിന് നമുക്ക് ഒരു ഡിജിറ്റൽ ക്ലാസ് എല്ലാവർക്കും നമുക്ക് ചാറ്റ് ബോക്സിലൂടെ നൽകാവുന്നതാണ്. അപ്പൊ എല്ലാവരും ആസ്വദിച്ച്, അല്ലെങ്കിൽ എല്ലാവർക്കും ആ നോളജ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സാറിനെ അത് അങ്ങനെ അറിയിക്കുക. ആ സന്തോഷം ഡിജിറ്റൽ ആയിട്ട് അറിയിക്കുക. എന്തായാലും നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. താങ്ക് യു വിനോദ് സാർ. ഒരിക്കൽ കൂടി ഞാൻ താങ്ക് യു പറയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്.